أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഹസ്രത്ത് സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ചും അഹ്സാബ് യുദ്ധത്തെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് സീറത്ത് ഖാത്തമുൻ നബിയീനിൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇപ്രകാരം എഴുതുന്നു: ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ ജീവനഷ്ടമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് 5-6 പേർ മാത്രമായിരുന്നു ഷഹീദായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഔസ് ഗോത്ര പ്രമാണിയായിരുന്ന സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന് ഗുരുതരമായ പരിക്കേറ്റതും അത് അദ്ദേഹത്തിന്റെ മരണത്തിൽ കലാശിച്ചതും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമായിരുന്നു. അതുപോലെ കാഫിരിങ്ങളുടെ സൈന്യത്തിൽ നിന്നും വെറും 3 പേർ മാത്രമായിരുന്നു വധിക്കപ്പെട്ടിരുന്നത്. എങ്കിൽ കൂടിയും അവരുടെ കാര്യത്തിലും ഇത് വലിയൊരു ആഘാതമായിരുന്നു. കാരണം അതിനുശേഷം അവർ ഒരിക്കലും തന്നെ മുസ്ലിങ്ങൾക്കെതിരെ സഖ്യം ചേർന്നുകൊണ്ട് മദീനയിൽ ചെന്ന് ആക്രമിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പ്രത്യക്ഷരം പുലരുകയും ചെയ്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: ഇനി മുതൽ കാഫിരീങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ മേൽ ആക്രമണം നടത്താൻ ധൈര്യമുണ്ടാകുകയില്ല. സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹു ഖന്തക്ക് യുദ്ധവേളയിൽ അദ്ദേഹത്തിന് കൈത്തണ്ടയിൽ പരിക്കേൽക്കുകയും അക്കാരണത്താൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്യുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു: ഖന്തക്ക് യുദ്ധ ദിവസം ഞാൻ പുറത്തിറങ്ങി ആളുകളുടെ കാലടി പാടുകളെ പിന്തുടർന്നുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹു തന്റെ സഹോദരപുത്രനായ ഹാരിസ് ബിൻ ഔസിന്റെ കൂടെ ഒരു പരിചയമെടുത്തുകൊണ്ട് വരികയായിരുന്നു. അദ്ദേഹം ഇപ്രകാരം ഒരു കവിത ചൊല്ലുന്നുണ്ടായിരുന്നു: ലബിസ ഖലീലൻ യദുറുകുൽ ഹൈജാഉൽ ഹമൽ മാ അഹ്സനുൽ മൗത്ത് ഇദാ ഹാനൽ അജൽ. അതായത്, ഇനിയും യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ കുറച്ചുകൂടെ കാത്തിരിക്കാവുന്നതേയുള്ളൂ. എന്നാൽ സമയത്ത് സംഭവിക്കുന്ന മരണം എത്രമേൽ നന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു: സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒരു പടച്ചട്ട ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ 2 പാർശ്വങ്ങളും പുറത്തായിരുന്നു. അതായത് അദ്ദേഹം നല്ല തടിയും വണ്ണവുമുള്ള വ്യക്തി ആയിരുന്നു. അക്കാരണത്താൽ അദ്ദേഹത്തിന്റെ 2 കൈകളും പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈകൾക്ക് യുദ്ധത്തിൽ പരുക്കേൽക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടിരുന്നു. സാദ് റളിയല്ലാഹു അൻഹു നല്ല നീളവും അതുപോലെ നല്ല തടിയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ഇബ്നു അർക്ക എന്ന ഒരു വ്യക്തിയാണ് പരിക്കേൽപ്പിച്ചത്. ഇബ്നു അർക്കയുടെ പേര് ഹബാൻ ബിൻ ഇബ്നു മനാഫ് എന്നായിരുന്നു. ബനു ആമിർ ബിൻ ലുവൈ ഗോത്രക്കാരനായിരുന്നു അയാളുടെ പിതാവിന്റെ പേര് അർക്ക എന്നായിരുന്നു.
ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, സാദ് ബിൻ മുആസിന്റെ കൈത്തണ്ടയിലെ ഞരമ്പിൽ ഒരു അമ്പേൽക്കുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തിരുകരങ്ങളാൽ ആ അമ്പിന്റെ മുന പുറത്തെടുക്കുകയും അദ്ദേഹത്തിന് ആ മുറിവ് വെച്ച് കെട്ടിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അവിടെ നീര് വെക്കുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും ആ മുറിവ് അഴിച്ചു കെട്ടുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇബ്നു അർക്ക എന്ന ഒരു മുശ്രിക് സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന് നേരെ അമ്പെയ്തുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, ഇതാ പിടിച്ചോളൂ, ഞാൻ ഇബ്നു അർക്കയാണ്. സാദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈത്തണ്ടയിൽ ആ അമ്പ് ഏറ്റതും അദ്ദേഹം ഇപ്രകാരം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവെ, ബനു ഖുറൈസയുടെ കാര്യത്തിൽ എനിക്ക് തൃപ്തികരമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നതുവരെ എനിക്ക് മരണം നൽകരുതേ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം, ഖന്തക്ക് യുദ്ധ ദിവസം സാദ് റളിയല്ലാഹു അൻഹുവിന് ഹബാൻ ഇബ്നു അർക്ക എന്ന ഒരു ഖുറൈശി അമ്പെയ്തുകൊണ്ട് പരിക്കേൽപ്പിക്കുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ മുറ്റത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു കൂടാരം തയ്യാറാക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി. സാദ് റളിയല്ലാഹു അൻഹുവിന്റെ പരിക്ക് ഉണങ്ങുകയും അതിനുശേഷം അദ്ദേഹം ഇപ്രകാരം ദുആ ചെയ്യുകയുണ്ടായി, അതായത്, അള്ളാഹുവെ, നിന്റെ റസൂലിനെ വ്യാജപ്പെടുത്തുകയും നാടുകടത്തുകയും ചെയ്ത ഇക്കൂട്ടരോട് നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിൽ കൂടുതൽ പ്രിയങ്കരമായ ഒന്നും എനിക്കില്ല എന്ന് നിനക്ക് നന്നായി അറിയാം. ഞങ്ങളുടെയും അവരുടെയും ഇടയിലുള്ള യുദ്ധം അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഖുറൈശികളുമായുള്ള യുദ്ധം ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുവരെ നീ എന്റെ ജീവൻ നിലനിർത്തേണമേ. നിന്റെ മാർഗത്തിൽ എനിക്ക് ജിഹാദ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണമേ. എന്നാൽ ഞങ്ങളുടെ ഇടയിലുള്ള യുദ്ധം അവസാനിച്ചു എങ്കിൽ എന്റെ ഈ മുറിവ് നീ തുറന്നുകൊണ്ട് ഈ മുറിവ് മുഖേന എനിക്ക് ഷഹാദത്ത് നൽകണമേ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ രാത്രി തന്നെ ആ മുറിവ് പൊട്ടുകയും അതിൽ നിന്നും രക്തം വാർന്നൊലിക്കുകയും ചെയ്തു. മസ്ജിദ് നബവിയിൽ അവിടെ അടുത്ത് തന്നെ ഒരു കൂടാരത്തിൽ ബനു ഗഫാറിന്റെ ആളുകളും ഉണ്ടായിരുന്നു. ഈ ചോര ഒലിച്ചു വരുന്നത് കണ്ടപ്പോൾ അവർ ഭയചകിതരായി. അവർ പരസ്പരം ചോദിച്ചു, ഇതാരുടെ രക്തമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? എന്നിട്ട് അവർ സാദ് റളിയല്ലാഹു അൻഹുവിന്റെ പരിക്കിൽ നിന്ന് ആ രക്തം ഒലിക്കുന്നതായി കണ്ടു. തുടർന്ന് അദ്ദേഹം വഫാത്താകുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തം വാർന്നൊലിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് പോകുകയും അദ്ദേഹത്തെ തന്നോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തും അതുപോലെ താടിയിലുമൊക്കെ രക്തം പുരളാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്ത് ഇനിയും രക്തം പുരളാതിരിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദ് റളിയല്ലാഹു അൻഹുവിനെ കൂടുതൽ ചേർത്ത് പിടിക്കുകയുണ്ടായി. അങ്ങനെ സാദ് റളിയല്ലാഹു അൻഹു വഫാത്താകുകയുണ്ടായി. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന്റെ പരിക്ക് പൊട്ടിയപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം അറിയാൻ ഇടയായി. അങ്ങോട്ടേക്ക് പോകുകയും സാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് തന്റെ മടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു വെളുത്ത പുതപ്പ് പുതപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അങ്ങ് ഇപ്രകാരം ദുആ ചെയ്തു, അല്ലാഹുവേ, സാദ് നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത വ്യക്തിയാണ്, നിന്റെ റസൂലിനെ സാക്ഷ്യപ്പെടുത്തിയ വ്യക്തിയാണ്, തന്റെ കടമകളൊക്കെ നിറവേറ്റിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ആത്മാക്കളെ നീ നല്ല നിലയിൽ സ്വീകരിക്കുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ ആത്മാവിനെയും സ്വീകരിക്കണമേ. സാദ് റളിയല്ലാഹു അൻഹുവിന് കുറച്ച് ബോധം വീണ്ടു കിട്ടിയപ്പോൾ ഇക്കാര്യം കേൾക്കുകയും കണ്ണ് തുറന്നുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം പറയുകയും ചെയ്തു, അങ്ങേക്കുമേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ.
അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷി പറയുന്നു. സാദിന്റെ വീട്ടുകാർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ അദ്ദേഹത്തിന്റെ ശിരസ് വെച്ചതായി കണ്ടപ്പോൾ ഭയന്നുപോയി. ഇക്കാര്യം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരോ അറിയിച്ചു. അപ്പോൾ സാദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് ഇവിടെ നിങ്ങൾ എത്ര പേരാണോ കൂടിയിരിക്കുന്നത് അത്രയും മലക്കുകൾ സാദ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് ഇവിടെ ഉണ്ടാകണം എന്നായിരുന്നു. അപ്രകാരം റസൂലുള്ളാഹ് ദുആ ചെയ്യുകയുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഒരു പട്ടിന്റെ വസ്ത്രം കൊണ്ടുണ്ടാക്കിയ നീണ്ട കുപ്പായം സമ്മാനമായി വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടുകുപ്പായം ധരിക്കുന്നത് വിലക്കിയിരുന്നു. അത് കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: ആരുടെ കൈകളിലാണോ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനിരിക്കുന്നത് അവനെക്കൊണ്ട് സത്യം, സഅദ് ബിൻ മുആസിന് സ്വർഗത്തിൽ ഇതിലും നല്ല ഭംഗിയുള്ള റുമാലായിരിക്കും ലഭിക്കുക. ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ അത്തരമൊരു പട്ട് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടതാകാം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിക്കുന്നത് വിലക്കിയിരുന്നു. മുസ്ലിമിന്റെ മറ്റൊരു ഹദീസിൽ നിന്നും ഇക്കാര്യം കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഒരു പട്ടുകൊണ്ടുണ്ടാക്കിയ നീളൻ കുപ്പായം കൊണ്ടുവരപ്പെട്ടു. സഹാബാക്കൾ അത് തൊട്ടു നോക്കിയപ്പോൾ അത് നല്ല മിനുസമേറിയതായിരുന്നു. അത് കണ്ടവർ അതിശയപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ ഇത് മിനുസമേറിയതായി കണ്ടുകൊണ്ടാണോ അത്ഭുതപ്പെടുന്നത്? എന്നാൽ നിശ്ചയമായും സ്വർഗത്തിൽ സഅദ് ബിൻ മുആസിന് ലഭിക്കുന്ന റുമാൽ ഇതിലും മിനുസമേറിയതും ഇതിലും ശ്രേഷ്ഠവുമായിരിക്കും. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, ഞാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി കേട്ടു: സഅദ് ബിൻ മുആസിന്റെ മരണത്തിൽ അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടിരിക്കുന്നു. ഇത് ബുഖാരിയുടെ നിവേദനമാണ്. മുസ്ലിമിലും ഇതുപോലെ ഉള്ള ഒരു നിവേദനമുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവരപ്പെട്ടപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി: റഹ്മാനായ അള്ളാഹുവിന്റെ അർശ് ഇളകിയിരിക്കുന്നു. ഈ കാര്യത്തെ കൂടുതൽ വിശദമാക്കിക്കൊണ്ട് ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഖന്തക്ക് യുദ്ധവേളയിൽ ഔസ് ഗോത്ര തലവനായ സഅദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈത്തണ്ടയിൽ പരിക്കേൽക്കുകയുണ്ടായി. ഒരുപാട് ചികിത്സിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. മുറിവ് ഉണങ്ങിയതിനു ശേഷം വീണ്ടും മുറിവ് വ്രണമായി പൊട്ടിയൊലിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ആത്മാർത്ഥനായ സഹാബിയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പരിചരണത്തെക്കുറിച്ച് അതീവ ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ട് തന്നെ ഖന്തക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പള്ളിയുടെ മുറ്റത്ത് ഒരു കൂടാരം തയ്യാറാക്കാനായി നിർദ്ദേശിച്ചു. റഫീദ എന്നു പേരുള്ള ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടിരുന്നത്. അവർ നഴ്സിംഗിൽ വളരെയധികം പ്രാവീണ്യമുള്ള സ്ത്രീയായിരുന്നു. യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന മുസ്ലിങ്ങളെ പരിചരിക്കാൻ വേണ്ടി പൊതുവെ പള്ളിയുടെ മുറ്റത്ത് ഇത്തരത്തിൽ കൂടാരം തയ്യാറാക്കപ്പെടുമായിരുന്നു. എന്നാൽ ഇത്രയും ശ്രദ്ധ ലഭിച്ചതിനു ശേഷവും സഅദ് റളിയല്ലാഹു അൻഹുവിന് മുറിവ് ഉണങ്ങുകയുണ്ടായില്ല. അതേ സമയത്താണ് ബനു ഖുറൈളയുടെ സംഭവം നടന്നത്. അത് കാരണവും സഅദ് റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് പ്രയാസപ്പെടേണ്ടതായി വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യം കൂടുതൽ വഷളായി. അന്നാളുകളിൽ ഒരു രാത്രി സഅദ് റളിയല്ലാഹു അൻഹു വളരെയധികം ദീനരോധനത്തോടുകൂടി ഇപ്രകാരം ദുആ ചെയ്യുകയുണ്ടായി: അല്ലയോ നാഥ, നിനക്കറിയാം എനിക്ക് നിന്റെ റസൂലിനെ വ്യാജപ്പെടുത്തുകയും നാടുകടത്തുകയും ചെയ്ത ഇക്കൂട്ടർക്കെതിരെ യുദ്ധം ചെയ്യാനും നിന്റെ ദീനിനെ സംരക്ഷിക്കാനായി ജിഹാദ് ചെയ്യാനും എത്രമാത്രം ആഗ്രഹമുണ്ട് എന്ന്.
ഞാൻ കരുതുന്നത് ഇനി ഞങ്ങൾക്കും ഖുറൈശികൾക്കും ഇടയിൽ യുദ്ധം അവസാനിച്ചു എന്നാണ്. എന്നാൽ ഇനിയും യുദ്ധം ബാക്കിയുള്ളതായി നിന്റെ അറിവിൽ ഉണ്ടെങ്കിൽ അതുവരെ നീ എനിക്ക് ഇളവ് തരണമേ. നിന്റെ മാർഗത്തിൽ എനിക്ക് ജിഹാദ് ചെയ്യാനുള്ള അവസരം നൽകണമേ. ഇനി യുദ്ധം അവസാനിച്ചു എങ്കിൽ ഞാൻ ജീവിതത്തെ തൊട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഷഹാദത്തിന്റെ മരണം നൽകണമേ. ആ രാത്രി തന്നെ ആ മുറിവ് പൊട്ടുകയും ഒരുപാട് രക്തം ഒലിച്ച് ആ കൂടാരത്തിന് പുറത്തേക്ക് ഒഴുകുകയും ആളുകൾ ഇത് കണ്ട് ഭയന്ന് ആ കൂടാരത്തിനകത്തേക്ക് വരികയും ചെയ്തു. സാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായി. അവസാനം അദ്ദേഹം ജീവൻ വെടിഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാദിന്റെ വഫാത്ത് വലുതായ ആഘാതം സൃഷ്ടിച്ചു. ആ സംഭവം ആ സമയത്ത് എല്ലാ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒരു നികത്താനാകാത്ത നഷ്ടമായിരുന്നു. സാദ് റളിയല്ലാഹു അൻഹു ഏതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മുഹാജിരീങ്ങളുടെ ഇടയിൽ സ്ഥാനമുണ്ടോ അതേ സ്ഥാനം അൻസാരിങ്ങളുടെ ഇടയിൽ അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മാർത്ഥതയും ത്യാഗ മനോഭാവവും ദീനീ സേവനവും റസൂലിനോടുണ്ടായിരുന്ന അനുരാഗവും അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥാന മഹാത്മ്യങ്ങളും വളരെ ചുരുക്കം പേരിൽ മാത്രമേ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഓരോ അനക്കമടക്കങ്ങളും പ്രകടിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഭക്ഷണം എന്നത് തന്നെ ഇസ്ലാമും ഇസ്ലാമിന്റെ വന്ധ്യ സ്ഥാപകനോടുമുള്ള സ്നേഹമാണ് എന്നായിരുന്നു. അദ്ദേഹം തന്റെ ഗോത്രത്തിലെ പ്രമാണി ആയതിനാൽ അൻസാറുകളുടെ ഇടയിലും അദ്ദേഹത്തിന് വലുതായ സ്വാധീനമുണ്ടായിരുന്നു. ഇത്രയും യോഗ്യനായ ആത്മീയ സുതന്റെ മരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വാഭാവികമായും വലുതായ ആഘാതം സൃഷ്ടിച്ചു. എന്നാൽ അങ്ങ് വളരെയധികം ക്ഷമ കൈക്കൊള്ളുകയും ദൈവിക ഹിതത്തിനു മുമ്പാകെ അത് അംഗീകരിച്ചുകൊണ്ട് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് തലകുനിക്കുകയും ചെയ്തു. സാദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ എടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വൃദ്ധയായ മാതാവ് സ്നേഹാധിക്യത്താൽ മുറവിളി കൂട്ടുകയും അന്ന് നിലവിലുണ്ടായ സമ്പ്രദായ പ്രകാരം അദ്ദേഹത്തിന്റെ നന്മകൾ എണ്ണിപ്പറയുകയും ചെയ്തു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാനിടയായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇത്തരത്തിൽ വിലപിക്കുന്ന സ്ത്രീകൾ പൊതുവെ കളവാണ് പറയാറുള്ളത്. എന്നാൽ സാദിന്റെ മാതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ്. അതായത് സാദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളൊക്കെ തന്നെ ശരിക്കുമുള്ളതാണ്. അതിനുശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിപ്പിക്കുകയും അദ്ദേഹത്തെ മറവാടാനായി സ്വയം അങ്ങോട്ടേക്ക് പോവുകയും ഖബർ തയ്യാറാകുന്നതുവരെ അവിടെ തന്നെ നിൽക്കുകയും അവസാനം ദുആ ചെയ്തുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു വരികയും ചെയ്തു. ഏതാണ്ട് അതേ സന്ദർഭത്തിൽ ആയിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇഹ്തസ്സ അർശുർ റഹ്മാനി ലിമൗതി സാദ്. അതായത് സാദിന്റെ മരണത്തിൽ റഹ്മാനായ അള്ളാഹുവിന്റെ അർശ് ആടിയിരിക്കുന്നു. മറ്റു നിവേദനങ്ങളിൽ വന്നിട്ടുള്ളത് ഇളകിയിരിക്കുന്നു, പ്രകമ്പനം കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ ആടിയിരിക്കുന്നു എന്നാണ് വന്നിട്ടുള്ളത്. അതായത് പരലോകത്ത് ദൈവകാരുണ്യം സന്തോഷത്തോടുകൂടി സാദിന്റെ ആത്മാവിനെ വരവേറ്റിരിക്കുന്നു. അർശ് ആടിയിരിക്കുന്നു എന്നതുകൊണ്ട് ഇതാണ് വിവക്ഷ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പട്ടിന്റെ വസ്ത്രം സമ്മാനമായി ലഭിച്ചു. സഹാബകൾ അത് കണ്ടു. അത് വളരെയധികം മാർദ്ദവമേറിയതായിരുന്നു. അത് കണ്ടവർ അമ്പരന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധാരണ വസ്തുവായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇത് മിനുസമേറിയതാണ് എന്ന കാര്യത്തിലാണോ അതിശയിക്കുന്നത്? അള്ളാഹുവാണ്. സ്വർഗത്തിൽ സാദിന് ലഭിക്കുന്ന പുതപ്പ് ഇതിൽ കൂടുതൽ മിനുസമേറിയതും മേത്തരവുമായിരിക്കും. മറ്റ് ഹദീസുകളിൽ, അതായത് ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ വന്നിട്ടുള്ളത് അത് റുമാൽ ആണ് എന്നായിരുന്നു. എന്നാൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇവിടെ പുതപ്പ് എന്നായിരുന്നു തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവിടെ ഉപയോഗിച്ച അറബി പദം വസ്ത്രം എന്ന അർത്ഥത്തിലുള്ളതാണ്. സാദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ദുഃഖാർത്തി ആയിക്കൊണ്ട് ഇപ്രകാരം കവിത ചൊല്ലുകയുണ്ടായി, വൈലുൻ ഉമ്മു സാദിൻ സാദ ബുറാത്തം വജദ്ദ ബാദ അയാദിൻ ലഹു വ മജദ മുഖദ്ദമ സദ്ദ ബിഹി മുസദ്ദ.
സാദിന്റെ വേർപാടിൽ ഉമ്മെ സാദിന് ഒരുപാട് ദുഃഖമുണ്ടായിരിക്കുന്നു. അദ്ദേഹം വളരെയധികം ബുദ്ധിമാനും ധൈര്യശാലിയും അതുപോലെ മാന്യനുമായിരുന്നു. എല്ലാ കുറവുകളും നികത്തുന്ന ഋതു വസന്തത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുൽ ബവാക്കി യക്സിബ്ന ഇല്ലാ ഉമ്മു സാദ്. അതായത് മരണത്തെ തുടർന്ന് വിലപിക്കുന്ന എല്ലാ സ്ത്രീകളും പൊതുവെ കളവാണ് പറയാറുള്ളത്. അവർ അതിശയോക്തി കലർത്തി പറയുന്നു. എന്നാൽ സാദിന്റെ മാതാവ് മാത്രം അപ്രകാരമല്ല. തബക്കാത്തുൽ കുബരയിലാണ് ഇത് വന്നിട്ടുള്ളത്. സാദ് നല്ല തടിയും വണ്ണമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോയവർ പറയുകയുണ്ടായി, ഇത്രത്തോളം ഭാരം കുറഞ്ഞ ജനാസ ഞങ്ങൾ എടുത്തിട്ടില്ല. അതായത് ബനു ഖുറൈദയെ കുറിച്ച് അദ്ദേഹം എടുത്ത തീരുമാനത്തെ നെഗറ്റീവായി പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേക്കുറിച്ച് പറഞ്ഞത്, എന്റെ ജീവൻ ആരുടെ അധീനതയിലാണോ ഉള്ളത് അവനാണ് സത്യം. സാദിന്റെ ജനാസ നിങ്ങൾക്ക് ഭാരം കുറഞ്ഞതായി തോന്നിയത് അത് മലക്കുകൾ വഹിച്ചതുകൊണ്ടാണ്. മറ്റൊരു നിവേദനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയുടെ സമയത്ത് 70,000 മലക്കുകൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഭൂമിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, ഞാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹദ്രത്ത് സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയുടെ മുമ്പാകെ നടക്കുന്നതായി കണ്ടു. അബൂ സയ്യിദ് ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ജന്നത്തുൽ ബഖീയിൽ സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കുഴിക്കുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഖബറിനായി മണ്ണ് നീക്കുമ്പോഴൊക്കെ അതിൽ നിന്നും സുഗന്ധം, കസ്തൂരിയുടെ സുഗന്ധം വരുമായിരുന്നു. ഖബർ തയ്യാറാക്കിയതിനു ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വന്നു. സാദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഖബറിന്റെ അടുത്ത് വെച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കരിപ്പിച്ചു. നിവേദകൻ പറയുന്നു, ജന്നത്തുൽ ബഖീ നിറയുമാറ് അവിടെ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, സാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തയ്യാറാക്കപ്പെട്ടപ്പോൾ 4 പേർ, അതായത് ഹാരിസ് ബിൻ ഔസ്, ഉസൈദ് ബിൻ ഹുലൈർ, അബൂ നായില, സുൽത്താൻ ബിൻ സലാമ, സൽമ ബിൻ സലാമ ബിൻ വഖ്ഷ് എന്നിവർ സാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ ഇറങ്ങുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ഭാഗത്തായിരുന്നു നിന്നിരുന്നത്. സാദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ പെട്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. എന്നാൽ തുടർന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയും സഹാബാക്കളും 3 തവണ സുബ്ഹാനല്ലാഹ് എന്ന് ഏറ്റുപറയുകയും ആ ശബ്ദം ജന്നത്തുൽ ബഖീയിൽ മാറ്റൊലികൊള്ളുകയും ചെയ്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അല്ലാഹു അക്ബർ എന്നും കൂടി പറഞ്ഞു. സഹാബാക്കളും അത് ഏറ്റുപറഞ്ഞു. അതും ജന്നത്തുൽ ബഖീയിൽ മാറ്റൊലികൊണ്ടു. അവിടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, താങ്കളുടെ മുഖം വിവരണമാകുകയുണ്ടായതിനു ശേഷം താങ്കൾ 3 തവണ സുബ്ഹാനല്ലാഹ് എന്നും പറഞ്ഞു. അതിന് കാരണമെന്താണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം സാദിന്റെ ഖബർ ചുരുങ്ങിയതായി ഞാൻ കണ്ടു. ഈ ശിക്ഷയിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ അർഹൻ സാദാണ്. പിന്നീട് അള്ളാഹു സാദിനു വേണ്ടി ഖബർ വിശാലമാക്കുകയും ചെയ്യുകയുണ്ടായി. മിസ്വർ ബിൻ റിഫാ തുർലി നിവേദനം ചെയ്യുന്നു, സാദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അദ്ദേഹത്തെ ഖബറിൽ ഇറക്കുമ്പോൾ അവിടെ വരികയുണ്ടായി. അപ്പോൾ ആളുകൾ അവരെ തിരിച്ചയക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ വിട്ടേക്കൂ. അവർ മുന്നോട്ട് വന്നു. അപ്പോൾ ആ ഖബറിൽ മണ്ണോ ഇഷ്ടികയോ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ സാദിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കുറപ്പുണ്ട് താങ്കൾ അള്ളാഹുവിന്റെ പക്കലാണുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് സാദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനോട് അനുശോചനം അറിയിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുകയുണ്ടായി. മുസ്ലിങ്ങൾ ഖബറിൽ മണ്ണിട്ടുകൊണ്ട് അത് നിരപ്പാക്കി. അതിനുശേഷം അതിനു മുകളിൽ വെള്ളം തളിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് വന്നു. കുറച്ചു സമയം അവിടെ തന്നെ നിന്നു. പിന്നീട് ദുആ ചെയ്തുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ അങ്ങയുടെ 2 സുഹൃത്തുക്കളായ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരുടെ മരണത്തിനു ശേഷം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ബാധിച്ച ഒരു മരണം സഅദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന്റെ മരണമാണ്. സഅദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയത്തുള്ള പ്രായം 37 വയസ്സായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ട, കണ്ണുനീർ പൊഴിക്കേണ്ട. കാരണം അള്ളാഹു പുഞ്ചിരിക്കുകയും അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുകയും ചെയ്ത ആദ്യത്തെ വ്യക്തി നിങ്ങളുടെ മകനാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസക്കും അതുപോലെ തന്നെ സഅദിന്റെ മറവാടലിനും ശേഷം തിരിച്ചു വരുമ്പോൾ അങ്ങയുടെ താടിയിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു തന്നെക്കുറിച്ച് ഇപ്രകാരം നിവേദനം ചെയ്തിട്ടുണ്ട്, ഞാൻ നിസ്സംശയം ഒരു ദുർബലനാണ്, എന്നാൽ 3 കാര്യങ്ങൾ എന്നിലുണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതായത് എന്നിൽ ബലഹീനതയുണ്ട്, എന്നാൽ കൂടി 3 കാര്യങ്ങൾ ഞാൻ കൃത്യമായി പാലിക്കുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം, ഞാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ തന്നെ സത്യമായി വിശ്വസിക്കുന്നു. അതേക്കുറിച്ച് യാതൊരു സന്ദേഹമോ സങ്കേതമോ എനിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ നമസ്കരിക്കുമ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാറില്ല. നമസ്കാരം പൂർണ്ണ ശ്രദ്ധയോടെയാണ് ഞാൻ പൂർത്തിയാക്കാറുള്ളത്. മൂന്നാമത്തെ കാര്യം, ഏതെങ്കിലും ജനാസ എന്റെ മുൻപിൽ കൊണ്ടുവരപ്പെടുമ്പോൾ ഞാൻ ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്ഥാനത്ത് തന്നെ കാണുന്നു. എന്നിട്ട് അവിടെയുണ്ടാകുന്ന ചോദ്യം ചെയ്യലുകൾ തന്നോട് ഉണ്ടാകുന്നതായി കരുതുന്നു. അതായത് അദ്ദേഹത്തിന് പരലോകത്തെക്കുറിച്ചും ചിന്തയുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, ബനു അബ്ദുൽ അഷ്അലിൽപ്പെട്ട 3 അൻസാർ സഹാബാക്കൾക്ക് മാത്രമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്തിയാൽ ഞാൻ ശ്രേഷ്ഠത നൽകുന്നത്. അവർ സഅദ് ബിൻ മുആദ്, ഉസൈദ് ബിൻ ഹുലൈർ, അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു എന്നിവരാണ്. അടുത്ത സഹാബിയെ കുറിച്ച് പറയുന്നത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു ഇസ്ഹാഖ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മാലിക് ബിൻ ഉഹേബ് എന്നും മാലിക് ബിൻ വുഹേബ് എന്നും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വിളിപ്പേര് അബു വക്കാസ് എന്ന് വളരെയധികം പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് സഅദ് ബിൻ അബി വക്കാസ് എന്ന് വിവരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഹംന ബിൻത് സുഫ്യാൻ എന്നാണ്. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഖുറൈശികളിൽപ്പെട്ട ബനു സുഹറഖ് ഗോത്രക്കാരനായിരുന്നു. അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ സ്വർഗത്തിന്റെ സുവാർത്ത നൽകിയ 10 പേരിൽ പെടുന്നു. ആ 10 സഹാബാക്കൾ അഷ്റ മുബശ്ശറ എന്നാണ് പറയപ്പെടുന്നത്. അവരിൽ ഏറ്റവും അവസാനം വഫാത്തായത് ഇദ്ദേഹമാണ്. ഈ സഹാബാക്കളൊക്കെ തന്നെ മുഹാജിരീങ്ങളിൽപ്പെട്ടവരായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് ഇവരെ കുറിച്ച് തൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിനെ കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്ന ദിവസത്തിന് മുമ്പ് മറ്റാരും തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. 7 ദിവസം വരെ ഞാൻ അതിനായി കാത്തു നിൽക്കുകയുണ്ടായി. മുസ്ലിങ്ങളിൽ 3-1 ആയിരുന്നു ഞാൻ, അതായത് 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം വിവരിക്കുന്നു, നമസ്കാരം ഫറലാക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ മുസ്ലിം ആകുകയുണ്ടായി. സഅദ് ഇസ്ലാം സ്വീകരിച്ച സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകൾ വിവരിക്കുന്നു. സഅദ് പറയുകയുണ്ടായി, ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ഇരുട്ടിലാണ്, എനിക്കൊന്നും കാണുന്നില്ല. പെട്ടെന്ന് അതാ ചന്ദ്രൻ ഉദിച്ചതായി ഞാൻ കാണുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഞാൻ കാണുന്നു, എന്നേക്കാൾ മുമ്പേ സെയ്ദ് ബിൻ ഹാരിസ, അലി, അബൂബക്കർ എന്നിവർ റളിയല്ലാഹു അൻഹും. അവരോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ എപ്പോഴെത്തി? അവർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടേയുള്ളൂ. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായ നിലയിൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതായി ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഷാബ് അജ്യാദിൽ പോയി അങ്ങയെ കണ്ടു. അജ്യാദ് എന്ന് പറയുന്നത് മക്കയിൽ സഫ കുന്നിന് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആട് മേയ്ക്കാനായി പോകാറുണ്ടായിരുന്നു. അങ്ങ് അസർ നമസ്കരിച്ചതിനു ശേഷം ഞാൻ അങ്ങയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്ത് മുസ്ലിം ആകുകയുണ്ടായി. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ ബിൻത് സഅദ് നിവേദനം ചെയ്യുന്നു, എന്റെ പിതാവ് ഇപ്രകാരം പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി. ഞാൻ മുസ്ലിം ആയപ്പോൾ എന്റെ പ്രായം 17 വയസ്സായിരുന്നു. ചില നിവേദനങ്ങളിൽ 19 വയസ്സ് എന്നും വന്നിട്ടുണ്ട്. ആദ്യകാല മുസ്ലിങ്ങളിൽ
5 പേർ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തബ്ലീഗിന്റെ ഫലമായി ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു. അവർ വളരെയധികം ധൈര്യശാലികളും അതുപോലെ മഹിതസ്ഥാനീയരുമായിരുന്നു. ആ സഹാബാക്കളിൽ 3ാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. സീറത്ത് ഖാത്തമുൻ നബിയ്യീനിൽ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു. 19 വയസ്സായിരുന്നു പ്രായം. ബനു സുഹ്റക്കാരനായിരുന്നു. വളരെയധികം ധൈര്യശാലിയായിരുന്നു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇറാഖ് വിജയം മുസ്ലിങ്ങൾക്കുണ്ടായത് ഇദ്ദേഹത്തിന്റെ കൈകളാലാണ്. അമീർ മുആവിയയുടെ കാലത്ത് ആണ് ഇദ്ദേഹം വഫാത്താകുന്നത്. സാദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരുപാട് നിവേദനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാദ് റളിയല്ലാഹുവിന്റെ മകൻ മുസ്ലിം വിവരിക്കുന്നു, എന്റെ പിതാവ് സാദ് എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി, എന്റെ മാതാവ് സത്യം ചെയ്യുകയുണ്ടായി. അതായത് സാദ് റളിയല്ലാഹുവിന്റെ മാതാവ് ഇപ്രകാരം പറയുകയുണ്ടായി, നീ നിന്റെ മതത്തെ അതായത് ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്നതുവരെ ഞാൻ നിന്നോട് സംസാരിക്കുകയോ ഞാൻ ഭക്ഷണമോ വെള്ളമോ കഴിക്കുകയോ ചെയ്യുകയില്ല. എന്റെ മാതാവ് എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി, നീ പറയുന്നത് അള്ളാഹു കൽപ്പിക്കുന്നത് മാതാപിതാക്കളോട് ഔദാര്യപൂർവ്വം വർത്തിക്കണമെന്നാണ്. അതാണ് നിന്റെ മതം പഠിപ്പിക്കുന്നത് എന്നാണ്. ഞാൻ നിന്റെ മാതാവാണ്, അതുകൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ ഈ മതം ഉപേക്ഷിക്കണം, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നിവേദകൻ പറയുന്നു, 3 ദിവസം വരെ ആ സ്ത്രീ അതുപോലെ തുടരുകയും അവശിയായി ബോധം കെടുകയും ചെയ്തു. തുടർന്ന് അവരുടെ ഒരു മകൻ അമ്മാറ വന്നുകൊണ്ട് അവർക്ക് വെള്ളം കൊടുക്കുകയുണ്ടായി. അവർക്ക് ബോധം വീണ്ടും കിട്ടിയപ്പോൾ അവർ സാദിനെ ഒരുപാട് ശപിക്കുകയുണ്ടായി. അപ്പോൾ അള്ളാഹു ഖുറാനിൽ ഈ ആയത്തിറക്കുകയുണ്ടായി, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, അതായത് നാം മനുഷ്യരോട് മാതാപിതാക്കളുടെ കാര്യത്തിൽ ഔദാര്യപൂർവ്വം പെരുമാറണം എന്ന് അനുശാസിച്ചിരിക്കുന്നു. ഇത് അൻകബൂത്തിലെ ആയത്താണ്. സൂറ ലുക്മാനിലും ഇതുപോലെ ആയത്തുണ്ട്. അതിലുണ്ട് വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബി, അതായത് എനിക്ക് പങ്കുചേർക്കണമെന്ന് അവർ രണ്ടുപേരും നിന്നോട് കലഹിക്കുകയാണെങ്കിൽ നീ അവരെ പിന്നെ അനുസരിക്കരുത്. തുടർന്ന് വന്നിരിക്കുന്നു വസ്വാഹിബ്ഹുമ ഫിദ്ദുനിയ മഅറൂഫ, ഇഹലോകത്ത് നീ അവരോട് നല്ല നിലയിൽ പെരുമാറണം, അവരുമായി നല്ല ബന്ധം പുലർത്തണം, അവരുമായി നന്മ ചെയ്യണം. എന്നാൽ ഷിർക്കിന്റെ കാര്യത്തിൽ അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ അത് നീ അനുസരിക്കരുത്. ഇതേ വിഷയം തുടർന്നും ഈ ആയത്തുകളിലുണ്ട്. ലൗകിക കാര്യങ്ങളിൽ അവരുമായി നല്ല ബന്ധം പുലർത്തണമെന്നും വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ എന്നും അവരുമായി നന്മ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആദ്യത്തെ നിവേദനം മുസ്ലിമിലുള്ളതാണ്. സീറത്ത് ഖാത്തമുൻ നബിയ്യീനിൽ എഴുതിയിരിക്കുന്നു. മറ്റൊരു നിവേദനത്തെക്കുറിച്ച് ഹദ്രത്ത് സാദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഞാൻ എന്റെ മാതാവിനോട് അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം അവർ എന്നോട് ചോദിക്കുകയുണ്ടായി, നീ ഏത് മതമാണ് ഈ സ്വീകരിച്ചിരിക്കുന്നത്? നീ ഈ പുതിയ മതം ഉപേക്ഷിക്കണം, അല്ലായെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുകയില്ല, അങ്ങനെ ഞാൻ മരിക്കുന്നതാണ്. സാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, എന്റെ പ്രിയങ്കരിയായ മാതാവേ, നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത്, ഞാൻ ഒരിക്കലും എന്റെ മതം ഉപേക്ഷിക്കുകയില്ല. സാദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഒരു രാവും പകലും എന്റെ മാതാവ് ഇതുപോലെ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും കഴിച്ചുകൂട്ടി. അവരുടെ അവസ്ഥ വഷളായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അള്ളാഹുവാണ്, നിങ്ങൾക്ക് 1000 ജീവൻ ഉണ്ടെങ്കിലും ഓരോരോ ജീവനായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ ആർക്കുവേണ്ടിയും എന്റെ മതത്തെ ഉപേക്ഷിക്കുന്നതല്ല. ഇക്കാര്യം അവർക്ക് മനസ്സിലായപ്പോൾ അവർ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ അള്ളാഹു ഇപ്രകാരം ആയത്തിറക്കുകയുണ്ടായി, വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അതായത് എനിക്ക് പങ്കുചേർക്കണം എന്ന കാര്യത്തിൽ അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ, നിനക്ക് അറിവില്ലാത്ത ഒരു വസ്തുവിനെ എന്നോട് പങ്കുചേർക്കണമെന്നവർ നിന്നോട് കലഹിക്കുകയാണെങ്കിൽ, ഫലാ തുതിഉഹുമാ, നീ അവർ രണ്ടുപേരെയും അനുസരിക്കരുത്. എന്നാൽ ലൗകികമായ കാര്യങ്ങളിൽ അവരുമായി നീ നല്ല ബന്ധം പുലർത്തണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സാദ് റളിയല്ലാഹു അൻഹുവിനെ അമ്മാവൻ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ
അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, എന്റെ അമ്മാവനാണ് വരുന്നത്. ഇതുപോലെ നല്ല അമ്മാവൻ നിങ്ങൾക്കുള്ളതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇമാം തിർമിദി ഇതിനുള്ള കാരണം വ്യക്തമാക്കുന്നുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ബനു സൂറക്കാരിയായിരുന്നു. അതുപോലെ സാദ് ബിൻ വക്കാസ് റളിയല്ലാഹു അൻഹുവും ബനു സൂറക്കാരനായിരുന്നു. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയ്ക്കു മേൽ നിൽക്കുമ്പോൾ അത് ഇളകുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഹിറ, അടങ്ങി നിൽക്കുക, കാരണം നിന്റെ മുകളിലുള്ളത് നബിയോ സിദ്ദീഖോ ഷഹീദോ ആയിട്ടുള്ളവർ മാത്രമാണ്. അപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, തൽഹ ബിൻ ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു, സാദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മുസ്ലിമിന്റെ നിവേദനമാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് മുസ്ലിങ്ങൾ രഹസ്യമായിട്ടായിരുന്നു നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ സാദ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു താഴ്വാരത്ത് കുറച്ച് സഹാബാക്കളോടൊപ്പം നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചില മുശ്രിക്കീങ്ങൾ വന്നു. എന്നിട്ട് മുസ്ലിങ്ങളെ അവർ കളിയാക്കാനും ഇസ്ലാമിനെ അധിക്ഷേപിക്കാനും കുറ്റം പറയാനും തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ തല്ലുണ്ടാകും എന്ന അവസ്ഥ എത്തി. അപ്പോൾ സാദ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന ഒരു മുശ്രിക്കിന്റെ തലയിൽ ഒരു ഒട്ടകത്തിന്റെ എല്ലെടുത്ത് ശക്തിയായി പ്രഹരിക്കുകയും അയാളുടെ തല പൊട്ടി അയാൾ മരിക്കുകയും ചെയ്തു. ഇസ്ലാമിൽ നടന്ന ആദ്യത്തെ കൊലപാതകമായിരുന്നു അത്. മക്കയിൽ കാഫിരീങ്ങൾ മുസ്ലിങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യുകയും ഷാബ് അബി താലിബ് എന്ന താഴ്വാരത്ത് അവരെ ഉപരോധിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾക്ക് അതുമൂലം ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിക്കേണ്ടതായി വന്നു. അക്കൂട്ടത്തിൽ സാദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ച് സീറത്ത് ഖാത്തമുൻ നബിയീനിൽ ഹദരത്ത് സാഹിബ്സാദ മിർസ ബഷീർ അഹ്മദ് സാബ് ഇപ്രകാരം എഴുതുന്നു, ഉപരോധിക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾ അനുഭവിച്ച കഷ്ടതകളും യാതനകളും വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സൊന്ന് പിടയുന്നതാണ്. സഹാബാക്കൾ വിവരിക്കുന്നു, ചില സമയങ്ങളിൽ അവർക്ക് മൃഗങ്ങളെപ്പോലെ കാട്ടുമരങ്ങളുടെ ഇലകൾ തിന്ന് ദിവസം കഴിച്ചു കൂട്ടേണ്ടതായി വന്നു. സാദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരു രാത്രി എന്റെ കാലിൽ എന്തോ തടഞ്ഞു. വളരെ മിനുസമുള്ള എന്തോ ആയിരുന്നു അത്. ചിലപ്പോൾ അത് ഈത്തപ്പഴത്തിന്റെ കഷ്ണമായിരിക്കാം. അപ്പോൾ വിശപ്പിന്റെ കാഠിന്യം കാരണം ഞാൻ അതെടുത്ത് വായിലിട്ടു. അദ്ദേഹം വിവരിക്കുന്നു, ഇന്നുവരെ അതെന്തായിരുന്നു എന്ന് എനിക്കറിയുകയില്ല. വിശപ്പ് കാരണം അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് മറ്റൊരു സംഭവം കൂടിയുണ്ട്. നിലത്ത് ഒരു മൃഗത്തിന്റെ തൊലി കിടക്കുന്നതായി അവർ കണ്ടു. അവർ അതെടുത്ത് വെള്ളത്തിൽ കഴുകി അതിനെ കുതിർത്തുകൊണ്ട് ചുട്ടു തിന്നുകയുണ്ടായി. 3 ദിവസം അത് കഴിച്ചായിരുന്നു അവർ നിന്നിരുന്നത്. അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഹിജ്റത്ത് ചെയ്യാനുള്ള കൽപ്പന നൽകിയപ്പോൾ സാദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യുകയുണ്ടായി. അവിടെ അദ്ദേഹത്തിന്റെ മുശ്രിക്കായ സഹോദരൻ അത്ബ ബിൻ അബി വക്കാസിന്റെ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അത്ബ മക്കയിൽ ഒരു കൊലപാതകം നടത്തിയ കാരണത്താൽ മദീനയിൽ ചെന്ന് താമസമാക്കിയതായിരുന്നു. സാദ് റളിയല്ലാഹു അൻഹു ആദ്യകാല മുഹാജിരിങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നതിനു മുമ്പേ തന്നെ അദ്ദേഹം ഹിജ്റത്ത് ചെയ്തു വരികയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മുസ്ഇബ് ബിൻ ഉമേർ റളിയല്ലാഹു അൻഹുമായി സഹോദര്യ ബന്ധത്തിലാക്കുകയുണ്ടായി. മറ്റൊരു നിവേദന പ്രകാരം അദ്ദേഹത്തെ സാദ് ബിൻ മുആസുമായി ആയിരുന്നു സഹോദര്യ ബന്ധത്തിലാക്കിയിരുന്നത്. ഇതേക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായത്തെക്കുറിച്ച് മൗലാന ഗുലാം അലി സാബ് ഒരു നിഗമനത്തിലെത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരുപക്ഷെ മുസ്ലിം റളിയല്ലാഹു അൻഹുമായി മക്കയിലും അതുപോലെ സാദ് ബിൻ മുആസ് റളിയല്ലാഹു അൻഹുമായി മദീനയിലുമായിരിക്കാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരി ബന്ധം ഏർപ്പെടുത്തിയത്. സാദ് റളിയല്ലാഹു അൻഹു
ഖുറേശികളിലുള്ള ഒരു ധീരനായ പോരാളിയായിരുന്നു. मदीना हिजरत റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ ചുമതലയും അതുപോലെ പ്രതിരോധ ചുമതലയും ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളിൽ बिन उमैर സാദ് ബിൻ അബി വക്കാസും ഉൾപ്പെടുന്നു. के मुताबिक അബു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, की मुलाकात റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ 4 പേർ ये हो सकती പരാക്രമികളായിരുന്നു. അവർ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് സുബൈർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് സാദ് റളിയല്ലാഹു അൻഹു എന്നിവരാണ്. तरजीह पेश की है। മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു പോയതിനു ശേഷം മുസ്ലിങ്ങൾക്ക് मक्के में आपकी मुलाकात കാഫിരീങ്ങൾ അവരെ ആക്രമിച്ചാലോ എന്നൊരു ഭയമുണ്ടായിരുന്നു. അത് കാരണം അവർ മിക്ക രാത്രികളിലും ഉണർന്നിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൊതുവെ രാത്രി ഉണർന്നായിരുന്നു കഴിച്ചുകൂട്ടിയിരുന്നത്. की जिम्मेदारी ഇതേക്കുറിച്ച് ഒരു നിവേദനമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, മദീനയിലേക്ക് रवायत करते വന്നതിനു ശേഷം ഒരു രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങ് പറഞ്ഞു, എന്റെ ഏതെങ്കിലും നല്ലവനായ സഹാബി ഇന്ന് ഇവിടെ വന്ന് കാവൽ നിൽക്കുകയാണെങ്കിൽ എത്ര നന്നായേനെ. मुसलमानों को कुफार അത് പറയുമ്പോൾ തന്നെ പുറത്ത് ആയുധങ്ങളുടെ ശബ്ദം കേൾക്കുമാറായി. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് അവിടെയുള്ളത്? അപ്പോൾ മറുപടി വന്നു, ഞാൻ സാദ് ബിൻ അബി വക്കാസ് ആണ്. बारे में एक रवायत में റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത്? बयान फरमाती हैं അപ്പോൾ അദ്ദേഹം പറഞ്ഞു, मदीना എനിക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ഭയം ഉടലെടുക്കുകയും रसूलुल्लाह അങ്ങയുടെ സംരക്ഷണത്തിനായി ഞാൻ ഇവിടെ വരികയുമാണുണ്ടായത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സാദ് റളിയല്ലാഹുവിനു വേണ്ടി അപ്പോൾ തന്നെ ദുആ ചെയ്യുകയും തുടർന്ന് रात റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാനായി പോവുകയും ചെയ്തു. वो कहती हैं ബുഖാരിയിലും മുസ്ലിമിലും രണ്ടിലും ഈ സംഭവം വന്നിട്ടുണ്ട്. എന്നാൽ എന്തായിരുന്നു ആ ദുആ എന്നതിന്റെ വിശദാംശം അവയിലില്ല. बाहर से आवाज സാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുണഗണങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു നിവേദനത്തിൽ ഇമാം തിർമിസി ഇപ്രകാരം നിവേദനം ചെയ്യുന്നു. से फरमाया അദ്ദേഹത്തിന്റെ മകൻ कैसे आए ഖൈസ് നിവേദനം ചെയ്യുന്നു, എന്റെ പിതാവ് സാദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ഇപ്രകാരം ദുആ ചെയ്യുകയുണ്ടായി, അല്ലാഹുമ്മസ്തജിബ് ലിസാദിൻ ഇസാദാ, അല്ലാഹുവേ സാദ് നിന്നോട് ദുആ ചെയ്യുമ്പോൾ നീ അവന്റെ ദുആ സ്വീകരിക്കണമേ. ഇക്മാൽ ഫി അസ്മായി റിജാലിലാണ് ഇത് വന്നിട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം कि बुखारी और मुस्लिम ഇപ്രകാരവും ദുആ ചെയ്യുകയുണ്ടായി, അല്ലാഹുമ്മ സദ്ദിദ് സഹ്മഹു വ അജിബ് ദാവത്തഹു, दोनों वसल्लम ने क्या दुआ दी, അതായത് അല്ലാഹുവേ लेकिन അദ്ദേഹത്തിന്റെ അമ്പ് ലക്ഷ്യസ്ഥാനത്തിലെത്തിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിക്കുകയും ചെയ്യണമേ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം बयान करते हैं ചെയ്ത ഈ ദുആയുടെ ഫലമായി उनके लिए സാദ് റളിയല്ലാഹു അൻഹു ദുആ സ്വീകാര്യതയുടെ കാര്യത്തിൽ പ്രസിദ്ധനായിരുന്നു. कि अल्लाह ഒരു വ്യക്തി जब तुझसे दुआ करे അദ്ദേഹത്തെക്കുറിച്ച് की दुआ को कबूल कीजिए കറ്റുകെട്ടി പറയുകയുണ്ടായി. और इकमाल അപ്പോൾ അദ്ദേഹം അയാൾക്കെതിരെ ദുആ ചെയ്യുകയുണ്ടായി, അല്ലാഹുവേ ഈ വ്യക്തി കളവാണ് പറയുന്നതെങ്കിൽ ഇയാളുടെ കാഴ്ച നഷ്ടപ്പെടുത്തണമേ, അതുപോലെ ഇയാൾക്ക് ദീർഘായുസ് നൽകി പരീക്ഷണത്തിൽ അകപ്പെടുത്തണമേ. ഈ കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ സംഭവിക്കുകയുണ്ടായി. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഖൈസ് ബിൻ അബി ഹാസിം വിവരിക്കുന്നു, ഒരിക്കൽ कास मुस्तजाबुद दावत ഞാൻ മദീനയിലുള്ള ഒരു മാർക്കറ്റിൽ പോകുകയായിരുന്നു. से खिलाफ दुआ की ഹിജാറു സെയ്ദ് എന്ന സ്ഥലത്ത് ഞാൻ എത്തിയപ്പോൾ അവിടെ उसकी वसात ആളുകൾ തടിച്ചുകൂടിയതായി ഞാൻ കണ്ടു. അവരുടെ മധ്യത്തിൽ ഒരു വ്യക്തി कर दे। ഒട്ടകത്തിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു. അയാൾ एक रिवायत അലി റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കുകയായിരുന്നു, അസഭ്യം പറയുകയായിരുന്നു. അപ്പോൾ സാദ് ബിൻ അബി വക്കാസ് അവിടെ വന്നു ആളുകളോട് ചോദിച്ചു, എന്താണ് കാര്യം? ആളുകൾ പറഞ്ഞു, ഈ വ്യക്തി അലി റളിയല്ലാഹു അൻഹുവിനെ लोगों को एक हजूम में അസഭ്യം പറയുകയാണ്. അപ്പോൾ സാദ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നുകൊണ്ട് अली को गालियां അയാളോട് ചോദിച്ചു, നീ എന്തിനാണ് അലി റളിയല്ലാഹു അൻഹുവിനെ निकास आ गए, അധിക്ഷേപിക്കുന്നത്? खड़े हो गए, അദ്ദേഹം पूछा कि क्या हुआ है? ആദ്യം ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയല്ലേ? അതുപോലെ അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആദ്യമായി നമസ്കരിച്ച വ്യക്തിയല്ലേ? അദ്ദേഹം എല്ലാവരെക്കാൾ കൂടുതൽ മുത്തക്കിയായ ഭയഭക്തിയുള്ള വ്യക്തിയല്ലേ? അതുപോലെ അദ്ദേഹം എല്ലാവരെക്കാൾ കൂടുതൽ അറിവുള്ള വ്യക്തിയല്ലേ? नहीं थे जिन्होंने रसूलुल्लाह അതുപോലെ के साथ नमाज റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പുത്രിയെ വിവാഹം ചെയ്തു
കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തന്റെ മരുമകനാക്കിയില്ലേ? അതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യുദ്ധത്തിലും करते गए। തന്റെ കൊടി ഉയർത്താനായി അദ്ദേഹത്തെ ആയിരുന്നില്ലേ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്? നിവേദകൻ പറയുന്നു, അതിനുശേഷം സാദ് റളിയല്ലാഹു അൻഹു കിബിലക്ക് നേരെ നിന്നുകൊണ്ട് ഇപ്രകാരം കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു: അല്ലാഹുവേ, നിന്റെ ഔലിയാക്കളിൽ ഒരു വലിയായ അലി റളിയല്ലാഹു അൻഹുവിനെ ഇയാൾ അസഭ്യം പറഞ്ഞിരിക്കുന്നു. ഈ ആൾക്കൂട്ടം ഇവിടെ നിന്നും മാറിപ്പോകുന്നതിനു മുമ്പായി നീ നിന്റെ ശക്തിയുടെ അടയാളം കാണിക്കണമേ. മുസ്തദ്രക്കിലാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. കേസ് നിവേദനം ചെയ്യുന്നു, അല്ലാഹു ആണ് സത്യം, ഞങ്ങൾ അവിടെ നിന്നും മാറിപ്പോകുന്നതിനു മുമ്പായി തന്നെ ആ വ്യക്തിയെ ഒട്ടകം താഴേക്കിടുകയും അയാളുടെ ഒട്ടകം തന്നെ അയാളുടെ കഴുത്തു കാലുകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന് അടിക്കുകയും അയാളുടെ തല പൊട്ടി അയാൾ അവിടെ തന്നെ മരിക്കുകയും ചെയ്യുകയുണ്ടായി. സാദ് റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്ത് ചെയ്തു വന്ന ഉടൻ തന്നെ അങ്ങയുടെ സംരക്ഷണത്തിനായി പോയ സംഭവം വിവരിക്കുകയുണ്ടായി. മറ്റൊരു സംഭവം ഖന്തക്ക് യുദ്ധവേളയിലും ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. അതേക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സഹാബാക്കളോടൊപ്പം അവരെ പോലെ പാറാവ് നിന്ന് ക്ഷീണിക്കുമായിരുന്നു. കാവൽ നിന്ന് തണുപ്പിന്റെ ആധിക്യത്താൽ അങ്ങ് അവശനാകുമായിരുന്നു. അപ്പോൾ കുറച്ചു സമയത്തേക്ക് എന്റെ അടുത്ത് വന്ന് പുതപ്പിൽ കിടന്ന് കുറച്ച് ശരീരം ചൂടായതിനു ശേഷം വീണ്ടും ആ സ്ഥാനത്തേക്ക് അങ്ങ് മടങ്ങിപ്പോയി അവിടെ പാറാവ് നിൽക്കുമായിരുന്നു. ഇങ്ങനെ തുടർച്ചയായി ഉറങ്ങാത്ത കാരണത്താൽ ഒരു ദിവസം അങ്ങ് പറ്റെ അവശനാകുകയുണ്ടായി. ഒരു രാത്രി അങ്ങ് ഇപ്രകാരം പറയുകയുണ്ടായി: ഏതെങ്കിലും ഒരു ആത്മാർത്ഥനായ മുസ്ലിം വന്നുകൊണ്ട് എനിക്ക് പകരം പാറാവ് നിൽക്കുകയാണെങ്കിൽ കുറച്ചു സമയം എനിക്ക് വിശ്രമിക്കാമായിരുന്നു. അപ്പോൾ പുറത്ത് സാദ് ബിൻ അബി വക്കാസിന്റെ ശബ്ദം കേൾക്കുമാറായി. അങ്ങ് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങേക്ക് കാവൽ നിൽക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങ് പറഞ്ഞു, എനിക്ക് കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല, നീ ഇന്ന സ്ഥലത്ത് പോവുക, അവിടെ കിടങ്ങിന്റെ ഒരറ്റം പൊട്ടിയിട്ടുണ്ട്, അവിടെ നീ കാവൽ നിൽക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളൊക്കെ തന്നെ സുരക്ഷിതരാകും. അങ്ങനെ സാദ് റളിയല്ലാഹു അൻഹു ആ ഭാഗത്തേക്ക് പോയി. തുടർന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു സമയത്തേക്ക് വിശ്രമിക്കുകയുണ്ടായി. സാദ് ബിൻ വക്കാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതായിരിക്കും. ഞാൻ 2-3 ജനാസകൾ ഇപ്പോൾ നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ജനാസ ഗായിബ്. ആദ്യമായി പറയാനുള്ളത് മാസ്റ്റർ അബ്ദുൽ സമീ ഖാൻ സാഹിബ് കാട്ഗഡിയെ കുറിച്ചാണ്. ജൂലൈ 6-നാണ് അദ്ദേഹം പ്രഭുവിൽ വെച്ച് വഫാത്താകുകയുണ്ടായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1937 ഖാദിയാനിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുറഹീം സാഹിബ് ഖാട്ഗഡി ജമാഅത്തിന്റെ പഴയകാല സേവകനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ ഹസ്രത്ത് ചൗധരി അബ്ദുസ്സലാം ഖാൻ സാഹിബ് ഖാട്ഗഡി ഹസ്രത്ത് മസീമോദ് അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ 1903 ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അദ്ദേഹം സഹാബിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഖാദിയാനിൽ വെച്ചാണ് നടന്നത്. എന്നാൽ പാർട്ടീഷന് ശേഷം പ്രഭുവിൽ ചെന്നാണ് ഇദ്ദേഹം മെട്രിക് എടുത്തത്. അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ളത് ഒരു മകനും ഒരു മകളുമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ 3-4 വർഷം മുമ്പ് വഫാത്താകുകയുണ്ടായി. 1960 BSc എടുത്തതിനു ശേഷം ഇദ്ദേഹം താൽക്കാലികമായ നിലയിൽ താലീമുൽ ഇസ്ലാം സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യാൻ തുടങ്ങി. 1962 B.Ed എടുത്തതിനു ശേഷം അദ്ദേഹം പെർമനന്റ് ആയ നിലയിൽ സേവനം അനുഷ്ഠിച്ചു പോന്നു. 1969 പഞ്ചാബ് യൂണിവേഴ്സിറ്റി ലാഹോറിൽ വെച്ച് അദ്ദേഹം M.Ed എടുക്കുകയും സീനിയർ ടീച്ചർ ആവുകയും ചെയ്തു. 1972 താലീമുൽ ഇസ്ലാം ഹൈസ്കൂൾ റബ്വ ഹെഡ്മാസ്റ്ററായി ഇദ്ദേഹം നിയമിതനായി. പിന്നീട് സ്കൂൾ നാഷണലൈസ് ചെയ്യപ്പെട്ടതിനു ശേഷം 1970 സർക്കാർ ഇദ്ദേഹത്തെ പല സ്കൂളുകളിലും ട്രാൻസ്ഫർ ചെയ്യുകയും അങ്ങനെ വിവിധ സ്കൂളുകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 2005 മുതൽ 2009 വരെ സെയിം അൻസാറിലെയായും
2013 മുതൽ 2016 വരെ ഹൽക്ക ദാറുർ റഹ്മത്ത് വെസ്റ്റ് റബുവയുടെ സദറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം എന്റെയും ടീച്ചറായിരുന്നു. വളരെ നല്ല നിലയിൽ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം സൗമ്യശീലനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിനോട് കാരുണ്യത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറട്ടെ, ദർജകൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും എപ്പോഴും ജമാഅത്തുമായും ഖിലാഫത്തുമായും ബന്ധം നിലനിർത്താൻ തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ബഹുമാനപ്പെട്ട സയ്യിദ് മുജീബുല്ല സാദിഖ് സാഹിബിന്റേതാണ്. മെയ് 28-ന് 83-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി സാഹിബ്, സയ്യിദ സൽമ ബേഗം സാഹിബ എന്നിവരുടെ മകനാണ്. കാദ്യാൻ പുണ്യഭൂമിയിലാണ് അദ്ദേഹം ജനിച്ചത്. കാദ്യാന്റെ പരിശുദ്ധമായ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് സയ്യിദ് സാദിഖ് അലി സാഹിബ് ഓഫ് സഹാറൻപൂർ ഹജറത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലാണ് ബൈഅത്ത് ചെയ്തത്. അദ്ദേഹത്തിന്റെ മാതാമഹൻ ഹജറത്ത് സയ്യിദ് മഹബൂബ് ആലം സാഹിബ് പാർട്ടീഷനു ശേഷം സെപ്റ്റംബർ 19, 1947 ഖാദ്യാനിൽ വെച്ച് ഒരു ശത്രുവിന്റെ വെടിയേറ്റുകൊണ്ട് ഷഹീദാകുകയുണ്ടായി. അതുപോലെ അദ്ദേഹത്തിന്റെ മാതാമഹന്റെ സഹോദരൻ സയ്യിദ് മഹബൂബ് ആലം സാഹിബ് സദർ അഞ്ജുമൻ അഹമ്മദിയുടെ ഓഡിറ്ററായിരുന്നു. അദ്ദേഹം ബീഹാറിൽ നിന്നും നടന്നായിരുന്നു ഖാദ്യാനിലേക്ക് വന്നത്. അങ്ങനെ അദ്ദേഹം ബൈഅത്ത് ചെയ്യുകയുണ്ടായി. അദ്ദേഹം അർസ്ഫീൽഡ് ഹൽക്കയുടെ, അതായത് UK-യുള്ള അർസ്ഫീൽഡ് ഹൽക്കയുടെ സദറായി സേവനമനുഷ്ഠിക്കുകയുണ്ടായി. പിന്നീട് റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം നാഷണൽ അമീറിന്റെ ഓഫീസിൽ വോളണ്ടിയറായി 16 വർഷം സേവനമനുഷ്ഠിക്കുകയുണ്ടായി. വളരെ കഠിനാധ്വാനിയായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് അതുപോലെ സൗമ്യ പ്രകൃതനായ ഒരു വ്യക്തിയായിരുന്നു. തന്റെ ജോലിയിൽ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം വ്യാപൃതനാകുമായിരുന്നു. ജോലിയെ ഒരു ഭാരമായി കണക്കാക്കുമായിരുന്നില്ല. അതുപോലെ മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കുമായിരുന്നില്ല. എപ്പോഴും മറ്റുള്ളവരുടെ ജോലിയും താൻ തന്നെ ചെയ്തു തീർക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, അതിനായി ശ്രമിച്ചിരുന്നു. അദ്ദേഹം ആയിഷ സാദിഖ് സാഹിബ, ഡോട്ടർ ഓഫ് ബാബു മുഹമ്മദ് ആലിം സാഹിബ്, റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്റർ, റബുവിൽ വെച്ച് അവരുമായി വിവാഹം ചെയ്യുകയുണ്ടായി. 1968 അദ്ദേഹത്തിന്റെ ഭാര്യ റബുവയിൽ ലജ്നയുടെ വിവിധ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അവർക്ക് 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണുള്ളത്. ഡോക്ടർ കലീമുല്ല സാദിഖ് സാഹിബ് MTA-യുടെ വോളണ്ടിയറായി ഒരുപാട് സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം താജ് നമസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. ഉംറയ്ക്ക് വേണ്ടിയും പോകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മുട്ടിന് കലശലായ വേദനയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, അദ്ദേഹം വീൽ ചെയർ ഉപയോഗിക്കുന്നതിന് പകരമായി ഉംറയുടെ പൂർണ്ണമായ പ്രതിഫലം എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാൽനടയായി ഉംറ ചെയ്യുകയുണ്ടായി. അതുപോലെ അദ്ദേഹത്തിന് തന്റെ ചന്തയുടെ കാര്യത്തിലും വല്ലാത്ത ചിന്തയായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ മക്കളും അതുപോലെ മറ്റുള്ളവരും അദ്ദേഹത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരുപാട് കത്തുകൾ എഴുതുകയുണ്ടായി. എനിക്ക് മക്കൾ നന്മകൾ വിവരിക്കുന്നത് സ്വാഭാവികമാണ്. മാഷാ അല്ലാ, അദ്ദേഹത്തിന്റെ മക്കളും ജമാഅത്തുമായി നല്ല നിലയിൽ ബന്ധം വെച്ചു പുലർത്തുന്നവരാണ്. ഖിലാഫത്തും ജമാഅത്തുമായി അവർക്ക് സ്നേഹബന്ധം അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം അവരെ നല്ല നിലയിൽ തർബീയത്ത് ചെയ്യുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ഗുണഗണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് അയാളുടെ അയൽവാസികളാണ്, അയാളുടെ പരിചയക്കാരാണ്. ഇക്കാര്യം മുജീബുല്ല സാദിഖ് സാഹിബിന്റെ കാര്യത്തിൽ തീർച്ചയായും തെളിയിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ അമുസ്ലിം അയൽവാസികൾ അദ്ദേഹത്തെ സേവിക്കുമായിരുന്നു. അതുപോലെ തങ്ങളുടെ മക്കളോടും അദ്ദേഹത്തെ സേവിക്കാൻ അവർ പറയുമായിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ ഇവർ വല്ലാത്ത ദുഃഖം പ്രകടിപ്പിക്കുകയുണ്ടായി. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും അദ്ദേഹം സൽസ്വഭാവിയായിരുന്നു, അതുപോലെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്ന് പറയുകയുണ്ടായി. അവർ ഓരോരുത്തരും തങ്ങളെ പ്രത്യേകമായ നിലയിൽ ഇദ്ദേഹം സേവിച്ചതായും പറയുകയുണ്ടായി. അദ്ദേഹം
ജോലി ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെ സേവിക്കുകയും ചെയ്യുമായിരുന്നു. काम करने वाले മറ്റുള്ളവർക്ക് ചായ കുടിപ്പിക്കുമായിരുന്നു. मिजाजी और ഇസ്ലാമാബാദിൽ ഞാൻ ഷിഫ്റ്റായി പോയപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹം എന്നോട് നേരിട്ട് പറയുകയുണ്ടായി, എല്ലാ ആഴ്ചയും कारकुन की താങ്കളുടെ പിറകിലാണ് ഞങ്ങൾ ജുമ നമസ്കരിക്കുന്നത്. ഇനി അത് എങ്ങനെ നടക്കും? അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇൻഷാ അല്ലാ पिलाते थे. ബൈത്തുൽ ഫുതൂഹിൽ വെച്ച് തന്നെ ആയിരിക്കും അധിക ജുമാകളും നടക്കുക. ഇനി ഇസ്ലാമാബാദിൽ വെച്ച് നടന്നാലും താങ്കൾക്ക് അങ്ങോട്ടേക്ക് വരാം. तो इनको जो ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതിയായ സന്തോഷമുണ്ടായി. जिसका उन्होंने मुझे അദ്ദേഹം തന്റെ മക്കളെ പള്ളിയുമായി അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. पीछे जुमा किस तरह पढ़े ഖലീഫുൽ മസീഹ് റാബി ഹിജ്റത്ത് ചെയ്ത് വന്നപ്പോൾ करवाई മസ്ജിദ് ഫസലിനടുത്ത് അദ്ദേഹം ഒരു വീട് വാങ്ങിച്ചു. तू में ही होंगे എന്നിട്ട് അവിടെ നിന്നും ദിവസവും 1 മണിക്കൂർ യാത്ര ചെയ്ത് ജോലി സ്ഥലത്തേക്ക് പോകുമായിരുന്നു. മക്കളെ പള്ളിയുമായി അറ്റാച്ച് ആക്കി വെക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചിന്ത. अपने बच्चों को അതുപോലെ करीब रखने की ഞാൻ ഷിഫ്റ്റ് ആയതിനു ശേഷം എങ്ങനെ ജുമ എന്റെ പിറകിൽ നമസ്കരിക്കും എന്ന ചിന്തയും അദ്ദേഹത്തിനുണ്ടായി. എന്തായാലും അദ്ദേഹം വളരെ ആത്മാർത്ഥനായ, വളരെ സൽപ്രകൃതനായ ഒരു വ്യക്തിയായിരുന്നു. काम पे जाते വളരെ വിശ്വസ്തയോടെ അദ്ദേഹം തന്റെ ജീവിതം കഴിച്ചുകൂട്ടി. തന്റെ മക്കളിലും അദ്ദേഹം ഈ വിശ്വസ്തത സംജാതമാക്കി. कि दूर जाने അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തോടും അതുപോലെ കാരുണ്യത്തോടും കൂടി പെരുമാറുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കളെ അദ്ദേഹം ആഗ്രഹിച്ച നിലക്ക് അതിലും ഉപരിയായി ഖിലാഫത്തുമായും ജമാഅത്തുമായും ബന്ധമുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അവർക്ക് സമാധാനത്തിനും ആശ്വാസത്തിനുമുള്ള വക അവൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ ഞാൻ പറയാൻ പോകുന്നത് से बढ़कर മുമ്പേ പറഞ്ഞ ഒരു വ്യക്തിയുടേതാണ്. കഴിഞ്ഞ ജുമയിൽ रखे उसको അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ വിട്ടുപോയിരുന്നു. അദ്ദേഹം ജമാഅത്തിന്റെ പഴയകാല സേവകനാണ്. അതുപോലെ ദൈവമാർഗത്തിൽ ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് റാന നെയ്മുദ്ദീൻ സാബ് മർഹൂം. അദ്ദേഹത്തെയും ഈ ജനാസകളോടൊപ്പം ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ് ജുമാക്ക് ശേഷം. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് ചൊരിയുമാറാകട്ടെ, റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. जनाजों में इंशाल्लाह जो अदा करूंगा जुमे के बाद में शामिल होगा. अल्लाह ताला इन सब के साथ मग़फ़िरत और रहम का सलूक फरमाए. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.